ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പൊ ഗൈസ്, എന്റെ മോന് 2 വയസ്സായി. അപ്പോഴാണ് ഞാൻ ഈ ഒന്നാമത്തെ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേന്റെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. അയ്യോ, ഇതൊക്കെ ഹോസ്പിറ്റലിലുള്ള ആ ഒരു ഇതാട്ടോ. ലല്ലൂസ് ജനിച്ച് അപ്പോഴുള്ളതാണ് നിങ്ങളിപ്പോ കാണുന്നത്. പിന്നെ അവന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്കിതിൽ കൊടുക്കാൻ പറ്റിയിടത്തോളം ഞാൻ കൊടുത്തിടുന്നത്. അതായത് നമുക്ക് എല്ലാം പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ, എല്ലാ വീഡിയോസും നമുക്ക് നല്ലതായിരിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ആക്കിയിട്ടുണ്ട്. എനിക്കിതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ വിചാരിക്കുമ്പോ കുഞ്ഞതായാ മതി. ചില ടൈമിൽ അവനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുഞ്ഞു വാവനമാതിരി ആക്കാൻ പറയുമ്പോ കുഞ്ഞു വാവനമാതിരി കരയൊക്കെ ചെയ്യും. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കരയിപ്പിക്കാൻ ഇങ്ങനെ ഒച്ചിട്ട് വർത്താനം പറയുമ്പോ ഇങ്ങനെ കരയും. അപ്പൊ എനിക്ക് ആ ഒരു ചുണ്ട് ഇങ്ങനെ ആക്കി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്താണ്. പിന്നെ ഇത് ലല്ലൂസ് ആദ്യമായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതാട്ടോ. മുത്താറ് ഞങ്ങള് കൊടുക്കാൻ തുടങ്ങിയതിന്റെ ആ ഒരു എക്സ്പ്രഷൻ എടുത്തു വെച്ചാണ്. പിന്നെ ഇത് ഞങ്ങള് ഫസ്റ്റ് ഫോട്ടോ ആണ് ലല്ലൂഷുമായിട്ട് എടുത്തത്. ഇത് ബർത്ത്ഡേന്റെ കോസ്റ്റ്യൂമാണ്. ഇതിന്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. അടിപൊളിയായിരുന്നു. ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ട്. ഇന്നലെ കഴിഞ്ഞൊരു പ്രതീതി ഉണ്ട് കേട്ടോ എനിക്ക്. എത്ര പെട്ടെന്നാ കുട്ടികൾ വലുതാവുന്നതില്ലേ. പിന്നെ അവന് ഇഷ്ടമുള്ള കേക്കായി. ഇത് ഞങ്ങൾ കാണിച്ചു കൊടുക്കലൊന്നുമില്ല, ഞങ്ങളൊരു തീമിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ അത് മുറിച്ച്. പക്ഷേ മോന് ഭയങ്കര പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അവൻ്റെ ഒരു മൂഡേ ശരിയില്ലായിരുന്നു. എങ്ങനെയൊക്കെ അവൻ കേക്കൊക്കെ കണ്ട് അതെന്താന്ന് ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫുള്ള് കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പം നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ ഫുള്ള് ആഘോഷിച്ചു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരുടെ ബ്ലെസ്സിങ്സും കിട്ടി. പിന്നെ ഗൈസ്, ഇത് കുറേ ഗിഫ്റ്റാണ്. അപ്പം കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ലല്ലൂസിന്. ഇതൊക്കെ ഞാൻ ഒരു കൊല്ലം മുമ്പേ എടുത്തു വെച്ചതാണ് ഇതിലിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഗൈസ് കഴിഞ്ഞില്ല. കാരണം ഇത് എല്ലാരും കാണാൻ വേണ്ടിയിട്ടല്ല, ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വലുതാവും. അപ്പൊ അവന് നമ്മൾ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അവന്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അവനെന്നൊന്ന് കാണാൻ വേണ്ടി അത് എപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ കുറേ നല്ല ഓർമ്മകളല്ലേ നമുക്കതൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അടിപൊളി പൂച്ചയായിരുന്നു കേട്ടോ. അതെന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. സൂപ്പർ ആയിരുന്നു. അവൻ ഇപ്പോഴും ഇതിനെ കൊണ്ട് കളിക്കുകയാണ്. നല്ല ക്വാളിറ്റി ആയിരുന്നു. പിന്നെ എത്രയോ നിലത്ത് എറിഞ്ഞെറിഞ്ഞ് സാധനം അങ്ങ് അറ്റം വരെ എത്തി. പക്ഷെ ഒന്നും പറ്റില്ല. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ, കുറെ ഡോൾസിനൊക്കെ അടിപൊളി. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സുകൾ ചിലത് അവർ ഇതുവരെ പാകമായിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ചിലത് ആ നൂലുകെട്ടിന്റെ ഡ്രസ്സ് വരെ എന്റെ അടുത്തുണ്ട് പാകമാവാത്ത. നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ? പിന്നെ കുറെ നല്ല ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് ഭയങ്കരമായിരുന്നു, എന്റെ ഏട്ടൻ തന്നതാട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. അത് അവന് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ അങ്ങനെ എടുത്തു വെച്ചതാണ്. അങ്ങനെ അധികം കരയാണെ മാത്രമേ ഞങ്ങൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാറുള്ളൂ ഗൈസ്. നല്ല രസമാണ്, നല്ലൊരു ഷാർക്ക്, അടിപൊളിയാണ്. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിന്റെ കൂടെ കുറെ കളിച്ചു. പിന്നെ അതിന്റെ അനിയൻ ഗിഫ്റ്റ് ചെയ്ത ജീപ്പാണ്. ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ എത്ര പെട്ടെന്ന് നമ്മളെ കുട്ടികൾ വലുതാവുന്നല്ലേ. ഓരോരോ ചലനങ്ങളും ഓരോരോ മൂവ്മെന്റ്സ് എല്ലാം നമ്മളിതാക്കുമ്പോ എനിക്കിങ്ങനെ സങ്കടം വരാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സങ്കടം വരാറുണ്ടോ? പിന്നെ ഗൈസ്, കുറെ വീഡിയോസ് ഒക്കെ മിസ്സായിപ്പോയി. പിന്നെ ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ആണ് ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ